ഇന്നലെയുള്ള എപ്പിസോഡിൽ ഇന്നച്ചനും പിന്നെ ആ നാടൻ പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് വിളിച്ചു, നല്ല അഭിപ്രായം പറഞ്ഞു. ജെന്യുവൻ ആർട്ടിസ്റ്റ്. താങ്ക് യു. അപ്പൊ ഇന്ന് അടുത്ത സെഗ്മെന്റ് ആണ് സവാരി ഗിരിഗിരി. കേറിയാലോ? സവാരി ഗിരിഗിരി. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി ഇന്നലെ. അതായത് കുടുംബത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കുടുംബം സന്തുഷ്ട കുടുംബം, ഭാര്യ, 2 മക്കള്, പിന്നെ എൻ്റെ കൂടെ എൻ്റെ അമ്മയും പിന്നെ വൈഫിൻ്റെ അമ്മയും ഉണ്ട്. അപ്പച്ചൻ എന്നിൽ നിന്നും വിട്ടുപോയി. ആഗസ്റ്റ് മാസമാണ് വിട്ടുപോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറുപ്പത്തിലെ നമ്മളെ നല്ല പ്രോത്സാഹനം നൽകിയതാണ് അപ്പച്ചൻ. അപ്പച്ചനെ ഈ നിമിഷത്തിൽ ഞാൻ ഇവിടെ സ്മരിക്കുകയാണ്. പണ്ട് നാടകം കളിച്ചിരുന്ന ആളാണ് അപ്പച്ചൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്നതിനൊക്കെ കുറിച്ച് മിമിക്രിക്കൊക്കെ പോകുമ്പോൾ അപ്പച്ചൻ ഹോമിയോ ഡോക്ടറായിരുന്നു. അതിങ്ങനെ ഇവിടെ വരെ എത്തി. നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നു, വളരെ സന്തോഷം. ഭാര്യ ബെൻസി, ആള് സഹൃദയ അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ അവിടെ വർക്ക് ചെയ്യുന്നു. മോൻ ആൽഫ്രഡ് ക്രൈസ്റ്റ് വിദ്യാനികേതനിൽ പഠിക്കുന്നു. മോള് ഇസബൽ, ആള് LF-ൽ നല്ല പേരാണ്. നല്ല സന്തുഷ്ടമായിട്ട് പോകുന്നു, നല്ല രസകരമായിട്ട് പോകുന്നു. ജോഷി, അതിനെല്ലാം ശേഷം മറ്റൊരു എൻട്രി വന്നു, സിനിമാല. അതായത് ഞാൻ വന്ന എൻട്രികളൊക്കെ വളരെ കറക്റ്റായിരുന്നു. ആദ്യം മിമിക്രിയുടെ ഒരു ഈറ്റില്ലം എന്ന് പറയുന്ന കലാഭവൻ, കാസറ്റ് രംഗത്തെ ഏറ്റവും നല്ല സൃഷ്ടികളെന്ന് പറയുന്ന ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം, TV-യിലെ ഷോസിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന സിനിമാല, ഡയാന സിൽവസ്റ്റാൽ സംവിധാനം ചെയ്ത സിനിമാല എന്ന് പറയുന്ന പ്രോഗ്രാം. അതിൽ എനിക്ക് തോന്നുന്നത് 1001 എപ്പിസോഡ് വരെ അതുണ്ടായിരുന്നു. ആ ലാസ്റ്റത്തെ ഇതിലൊക്കെ ഞങ്ങളുണ്ടായിരുന്നു. കാരണം അന്ന് ജനങ്ങൾ കാണാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രോഗ്രാമാണ് സിനിമാല. ആക്ഷേപഹാസ്യം വളരെ അർത്ഥവത്തായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അതിനെ വളരെ ആക്ഷേപത്തോടെ കാണുന്ന ഒരു പ്രോഗ്രാമായിരുന്നു സിനിമാല. ജനങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ സിനിമാലയുടെ ബേസ് ചെയ്തിട്ട് തന്നെ ഇഷ്ടം പോലെ ഷോസ് ചെയ്തിട്ടുണ്ട്. അത് വിദേശത്തും നമ്മുടെ നാട്ടിലും ഒക്കെ ഷോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം കേറാം. ധ്രുവം എന്ന ഈ സിനിമയിൽ സുരേഷ് ഗോപി പോലീസ് ആകുന്നതിന് മുമ്പ് എന്തായിരുന്നു? A. പുരോഹിതൻ, B. ലൈബ്രറിയൻ, C. ലെക്ചറർ. ഇത് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി പോലീസ് ആവുന്നതിന് മുമ്പ്, കാരണം കൂടുതലും പോലീസ് വേഷങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഏതോ ഒരു സിനിമയിൽ എന്തോ ഒരു വേഷം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നത് ഞാൻ മിമിക്രിയിലുള്ളൊരു കഥാപാത്രമാണ് കേട്ടോ. അത് ഞാനിപ്പോൾ പറയാൻ പോണ്. ഒരു പുരോഹിതൻ ആണ്. ഒരു പുരോഹിതൻ. പുരോഹിതൻ ഞാൻ എടുത്തിട്ട് പൂട്ടി. പറയാൻ കാര്യം, പുരോഹിതൻ എന്ന് പറയാൻ കാരണം, അല്ലെങ്കിലും എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ആ ടൈമില്, അല്ലെങ്കിൽ ആ വേളയില്, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു പ്രചോദനം, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു ഉൾപ്പിളക്കം, അല്ലെങ്കിൽ ഒരു സ്പന്ദനം, അതല്ലേ കുട്ടികളെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഇങ്ങനെയുള്ള അച്ഛന്മാരൊക്കെ ഇതുണ്ടായിരുന്നു. സത്യത്തിൽ ഞങ്ങളത് മിമിക്രിയിൽ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അച്ഛന്മാരൊന്നുമില്ല സാധാരണ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി അങ്ങനെ പുരോഹിതനല്ല, പക്ഷെ അടിപൊളി പുരോഹിതനാണ്. ആണല്ലേ? പുരോഹിതൻ. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻ. ഇന്നസെന്റ് ഏട്ടനെ ഞങ്ങൾ ഒരു ഷോയ്ക്ക് ഇരുന്നപ്പോഴേ, ഇന്നസെന്റ് ഏട്ടനായിട്ട് ഇരുന്നപ്പം പുള്ളി പറഞ്ഞു ഇതുപോലെ ഈ ശ്രീകുട്ടനെ പറ്റി ഞാൻ ഒരു കാര്യം പറയാൻ തോന്നുന്നു. ഞാൻ വിചാരിച്ചു എന്താണ്, ചിലപ്പോൾ ശരിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഗാനമേളയ്ക്ക് 2 പാട്ടുകാർ, ഒന്ന് ഞാനും ഒന്ന് വേറൊരു വലിയ പ്രശസ്ത ഗായകനും. ഇങ്ങനെ ഗാനമേള ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്നു. അപ്പോൾ പണ്ട് ഈ തുണ്ട് കൊണ്ട് കൊടുക്കുമല്ലോ ഇന്ന പാട്ടെന്ന്. അപ്പോൾ ഈ വലിയ പ്രശസ്ത ഗായകൻ്റെ അടുത്ത് തുണ്ട് കൊണ്ട് കൊടുത്തപ്പോൾ പുള്ളി ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും പാടാൻ എനിക്ക് വയ്യ, ഞാൻ കുറച്ച് പാട്ടുകൾ പഠിച്ചിട്ട് വന്നിട്ടുണ്ട്, അത് പാടും, നിങ്ങൾക്ക് വേണേ കേൾക്കുക. അപ്പോൾ എല്ലാവരും മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഊഴമായപ്പോഴത്തേക്ക് ഞാൻ പാടിയപ്പോഴത്തേക്ക് ശ്രീകുട്ടൻ പാടിയപ്പോഴത്തേക്ക് ഇന്നസെൻ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞു, ശ്രീകുട്ടൻ പാടിയപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ തുണ്ടുകളുമായിട്ട് ചെന്നു. പുള്ളി തുണ്ടെല്ലാം വാങ്ങിച്ചിട്ട് കംപ്ലീറ്റ് നോക്കിയിട്ട് വന്നു ഞാൻ പാടാൻ വെച്ചിരുന്ന പാട്ടുകളൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾ എഴുതി തന്നിരിക്കുന്നത്. പൊൻവീണെ, അതുപോലെ തന്നെ സൂര്യകിരീടം, ഞാൻ പാടാം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് പാടി ജനം ഭയങ്കര സന്തോഷം.
അപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പേപ്പറെല്ലാം കൂടെ എൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് നോക്കിയിട്ട് പറഞ്ഞ് അവൻ പറഞ്ഞ പാട്ടുകളേ അല്ല ആ തുണ്ടിൽ വേറെയാണെന്ന്, പക്ഷേ ജനത്തിന് കയ്യിലെടുക്കാൻ പറ്റി. അതെ അതെ അതെ, അതുകൊണ്ട് ഇവനെ സൂക്ഷിക്കണമെന്ന്. സത്യം. അത് ശരിയാ. പിന്നെ അപ്പം ചിലപ്പോൾ വേറെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയാ, ഇന്നസെൻ്റ് ഏട്ടൻ ആയതുകൊണ്ട് ചിലപ്പോൾ പറയാ, ഇങ്ങനെ പറക്കിയെടുത്താലും ചിലപ്പോൾ പറയും, പണ്ടേ തുണ്ടിനോട് ഇത്തിരി ഇഷ്ടമുള്ള ആളെ ശ്രീകുട്ടൻ. അതും പറയാം.